ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്. സത്യം പറയാലോ. ഇപ്പൊ പക്ഷെ കൊറേയൊക്കെ ലൈഫ് മാറിയില്ലേ? പിന്നെ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ടാവും എനിക്ക് ഇപ്പൊ ഈ പറയുമ്പോ തന്നെ. പക്ഷെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഗംഗയുടെ പേജിലൂടെ നിങ്ങളെ കാണുമ്പോൾ എത്രത്തോളം ലൈഫ് മാറിയിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു ലൈഫ് ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അതിനേക്കാളും മുമ്പേ മാറി എൻ്റെ ജീവിതം. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്. സത്യം പറയാലോ. മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറേ മാറി. മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി. ഒത്തിരി 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 അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? അത് ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല. അത്രയ്ക്ക് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്ത് ഗംഗയാണ് മൂത്തത്. ഗംഗയാണ് എൻ്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഗംഗയാണ്. ഗംഗ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഗംഗ എന്താണ്, ഞാൻ ഇവരെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് കേട്ടോ എപ്പോഴും കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു സീന് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഈ ഗംഗയുടെ സ്വന്തം അച്ഛനാണ് ഇതെന്നാണ് കേട്ടോ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് ഈ ഗംഗയുടെ സ്വന്തം അച്ഛനല്ല ഇവരുടെ അവസ്ഥ കണ്ടിട്ട്, ഇവര് അമ്മയുടെയും അതുപോലെ 3 മക്കളുടെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം സ്വമേധയാ ഇവരെ സ്വീകരിച്ചതും പിന്നീട് അങ്ങോട്ട് ഇവരുടെ എല്ലാം ആയതും ആ ഒരു വ്യക്തിയാണ്, ഈ ഒരു അച്ഛനാണെന്നാണ് പറയുന്നത്. അപ്പം ഇവര് മഞ്ജു എന്നാണ് വിളിക്കാറ്. എല്ലാ വീഡിയോസും എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇവരുടെ എന്താ പറയുക, ഭയങ്കര ഒരുപാട് നെഗറ്റീവ്സ് ഇവർക്ക് വരാറുണ്ട് കേട്ടോ. ആ നെഗറ്റീവ്സ് എല്ലാം എങ്ങനെ തന്നെ ഇങ്ങനെ സാധിക്കുന്നൊന്നും മനസ്സിലാവണില്ല. ചിരിച്ചുകൊണ്ട് എന്താ പറയുക, ആ തമാശ രൂപേണ ആണ് ഇവർ ഓരോ സീനും അവിടെ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ നമ്മളൊക്കെ നെഗറ്റീവ്, നമ്മളിത് എല്ലാവരും പറയട്ടെ, ഞാനൊക്കെ നെഗറ്റീവ് കമൻസ് കുറച്ചൊക്കെ കേട്ട് കഴിഞ്ഞ് ഭയങ്കര ഡെസ്പായി പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി എങ്ങനെ ഭയങ്കര പച്ചയ്ക്കുള്ള നെഗറ്റീവ്സ് കമൻസ് ആണെങ്കിലും പച്ചത്തെറിയാണെങ്കിലും ആ കുടുംബം, അച്ഛനും അമ്മയും അതുപോലെ ഈ ഗംഗ എന്ന് പറയുന്ന ആ കുട്ടിയും നല്ല പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ട് അതിനെ കോമഡി രൂപേണ അവരത് അവതരിപ്പിക്കും. അവർക്ക് ഈ കമൻറ്റ് ഇട്ടവർക്ക് ഒരു 8ൻ്റെ പണിയാണ് കൊടുക്കുന്നത്. എങ്കിലും ആ ഒരു നെഗറ്റീവിനെ അവർ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന ആ ഒരു അത് എന്താണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ അത്രയും ഇതോടുകൂടിയാണ് അവരുടെ ഓരോ വീഡിയോസും ഇട്ടാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ സ്വന്തം അച്ഛനല്ല എന്ന് എന്താണ് ഇപ്പോൾ അറിയുന്ന സമയത്താണ് വല്ലാത്തൊരിത്. അങ്ങനെയാണ്, സ്വന്തം അച്ഛനേക്കാളും സ്വന്തം അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്, ഇവരുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. 3 മക്കളെ ഇട്ടിട്ട് ആലോചിച്ച് നോക്കും. ആ 3 മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ആ അമ്മയുടെ ജീവിതം. ആ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ഈ അച്ഛൻ ഇവരെ ഏറ്റെടുത്തു. അവരൊരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടത്തിണ്ടകളിലും അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ടാണ് അവർ ഇത്രയും ആ മക്കളെ വളർത്തി വലുതാക്കി. പിന്നെ ഗംഗ എന്ന് പറയുന്ന കുട്ടി പിന്നെ സ്റ്റാൻഡപ്പ് കോമഡിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ അതിലൊക്കെ വന്നു. പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരിയുടെ വളർച്ചയാണെന്ന് തന്നെ പറയാം. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പുള്ളിക്കാരി ജീവിക്കുന്നത് തന്നെ. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരെ കണ്ടു നോക്കൂ. ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അതിനേക്കാളും മുമ്പേ മാറി എൻ്റെ ജീവിതം. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്. സത്യം പറയാലോ. മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറേ മാറി. മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി. ഒത്തിരി 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 അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? അത് ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല. അത്രയ്ക്ക് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്ത് ഗംഗയാണ് മൂത്തത്. ഗംഗയാണ് എൻ്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഗംഗയാണ്. ഗംഗ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സൂപ്പർ അല്ലെ? നമ്മളിപ്പോ പറയില്ലമ്മേ, ഇപ്പൊ ജന്മം കൊണ്ടാവണം എന്നില്ല, കർമ്മം കൊണ്ട് നമുക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ സന്തോഷം സമാധാനം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ജന്മം കൊണ്ട് പുള്ളി ഇവരുടെ അച്ഛനല്ലെങ്കിലും പക്ഷെ സ്നേഹം കൊണ്ട് പുള്ളി ഇപ്പം ഏറ്റവും കൂടുതൽ ഇവരുടെ അച്ഛനും അല്ല, ആരാന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. അച്ഛനേക്കാളും ഒക്കെ മേളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. കാരണം പുള്ളി അച്ഛനാണ്. അച്ഛനുള്ള ടൈറ്റിലിംഗ് ഇവിടെയാണ്. അല്ല, ഗംഗയുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇല്ലാത്ത കള്ളമൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരുന്നുണ്ട്. ഞാൻ മോളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന എന്റെ നാട്ടുകാർ കാണും. എന്നെ അറിയുന്ന കലാപിലുള്ള ആൾക്കാർ
ആൾക്കാർക്ക് അറിയാം, അല്ലാതെ വേറെ ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങളുടെ ഫാമിലി അറിയാം. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് എൻ്റെ കുട്ടികളുടെ അച്ഛനെ എന്നൊക്കെ പറയേണ്ടത് കള്ളം പറയേണ്ടതല്ല. അപ്പോൾ പിന്നെ അത് പൊളിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുള്ളി ഗംഗയുടെ അച്ഛനല്ല, ഗീതുവിൻ്റെ അച്ഛനല്ല, എൻ്റെ മോൻ്റെ അച്ഛനല്ല. പക്ഷേ അച്ഛനേക്കാളും ഒക്കെ മേലെ ആ പിള്ളേർക്ക് അത് അങ്ങനെ എൻ്റെ യഥാർത്ഥ ഒരു അച്ഛനെ എൻ്റെ മോൻ കണ്ടിട്ട് എൻ്റെ മോനെ അറിഞ്ഞൂടാ. എൻ്റെ 3-ാം മാസത്തിൽ ഇതായത്. അപ്പോൾ അവൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ പിന്നെ അവൻ കാണുന്നത് പുള്ളിയെയാണ്. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് മോന് 3-ാം എനിക്ക് 3 പിന്നെ കുറെ നാൾ കഴിഞ്ഞാണ് പുള്ളി ഞങ്ങൾ എങ്ങനെ അപ്പൊ ഈ 3 മക്കളെയും കൊണ്ട് അമ്മ എങ്ങനെയാ അമ്മയുടെ ഒരു ലൈഫ് ജേർണി എങ്ങനെയായിരുന്നു? കുറെ നല്ല മോളെ ഞാൻ ആദ്യമേ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്താണ്, ഞാൻ ഇളയ മോളെ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്താണ് പുള്ളി എന്നെ ദാവരെന്ന് പറഞ്ഞുകൊണ്ട് നടുറോഡ് നിട്ടിട്ട് അങ്ങ് പോയി പുള്ളി. പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ വിഷയം എടുത്ത് പിന്നെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിൽ അല്ലാതെ പോയി ചാവാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ തോന്നിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് മക്കളെ വളർത്തുക, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ പിടിച്ച് നിൽക്കണം. അന്നേരവും ഞാൻ ഇതേ കണക്ക് ചിരിച്ചുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുത്തത്. മോനല്ല മോള്. അതൊക്കെ ഭയങ്കര കഥയാണ്. പിന്നെയും പുള്ളി ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളി വന്ന് പോലീസുകാർ തന്നെ ഞങ്ങളെ വീണ്ടും പിന്നെ ഒന്നിപ്പിച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെയും പുള്ളി തരിക കാണിച്ച് പോയപ്പോഴാണ് പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്ന് എഴുതി വെപ്പിച്ച് ഇനി ബന്ധം വേണ്ട, ഞാൻ 3 മാസം പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞ വിഷയമായത്. അതിന് മുമ്പ് ഞാൻ ഈ മോളുമായിട്ട് കുറേ നാൾ ഇവളുമായിട്ട് കടത്തിണ്ണകളിലൂടെ കടന്നിട്ടുണ്ട്. ഞാൻ ഇവളെ കൊണ്ട് സത്യം ഞാൻ കള്ളം പറയല്ല, സത്യസന്ധമായ പുള്ളിക്കൊക്കെ അറിയാം. പുള്ളിയൊക്കെ ആ നാട്ടിലുള്ളതല്ലേ, പുള്ളിക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ഞാൻ വിളിച്ചേക്കേണ്ടെന്ന കാര്യമില്ല. എൻ്റെ അപ്പം എന്താണ് ആ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് പോയതാണ്. 3-ാമത്തെ മോൻ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. 3-ാമത്തെ മോനെ ഗർഭിണിയായിരിക്കുന്ന 2-ാമത്തെ മോളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഉപേക്ഷിച്ച് പോയി, പിന്നെ തിരിച്ചു വന്നു, മോളൊക്കെ ആയി പിന്നെ തിരിച്ചു വന്നു, പിന്നെ 3-ാമതൊരു കുഞ്ഞായി, പിന്നെയും ആ പുള്ളിക്കാരൻ ഇട്ടിട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇളയ മോൻ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടി, എന്താ പറയുക, കടത്തെണ്ണയിലും അവിടെ ഇവിടെയും കടന്ന് അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് ആ മക്കളെ ആ അമ്മ വളർത്തിയെടുത്തിരിക്കുന്നത്. എന്താ പറയുക, ഈ വന്ന കാലത്ത് മക്കളെ കൊല്ലുന്നൊരു കാലഘട്ടമാണല്ലോ. ആ സമയത്താണ് ഈ അച്ഛൻ ദൈവദൂതനെ പോലെ വന്ന് ഈ മക്കളെ എല്ലാം നോക്കുന്നതും. അതും അദ്ദേഹം ആദ്യത്തെ വിവാഹമാണ്, ഒരു വേറെ വിവാഹങ്ങളോ കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വിവാഹമാണ്. അതും 3 മക്കൾക്ക് വേണ്ടിയിട്ട് ആ മക്കളെ കണ്ടിട്ടാണത്രേ ആ അമ്മയെ സ്വീകരിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ വല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ നെഗറ്റീവെല്ലാം അവരത്രയും അനുഭവിച്ചത് കൊണ്ടായിരിക്കും അവർ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായിട്ടാണ് അവരെടുക്കാറുള്ളത്. എല്ലാ കാര്യങ്ങളും അവർ പോസിറ്റീവായിട്ട് എടുക്കും. നെഗറ്റീവ് നമ്മൾ കുറച്ച് നെഗറ്റീവൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ തളർന്നു പോവില്ല. ഈ പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടോ, കുറച്ചൊക്കെ നെഗറ്റീവ് ഇപ്പോൾ കുറേ മാറി. ഇപ്പോൾ നേരത്തെയൊക്കെ കുറച്ച് നെഗറ്റീവ്സുകളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇതാണ് നെഗറ്റീവ് കമൻസൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ നെഗറ്റീവൊക്കെ അവരത് പോസിറ്റീവായി എടുത്തിട്ട് ആ ഒരു ഇത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. എന്തായാലും അവർ ആ ജീവിത അനുഭവമായിരിക്കും അവരെങ്ങനെ കൊണ്ട് എത്തിച്ചത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ഞാൻ വിളിച്ചേക്കേണ്ടെന്ന കാര്യമില്ല. എൻ്റെ നടക്കത്തെ മോളെ പ്രഗ്നൻ്റ് ആയി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ചൊരു പരുവം വരെയും ഞാൻ കടത്തുന്നതോറും നടന്നു. ആരും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതിനടുത്ത് സ്കൂളുണ്ട്, പെൺകുളങ്ങര സ്കൂളാണ്, ഓലഷെട്ടൊക്കെ സ്കൂളിൽ. ആ സ്കൂളിൻ്റെ വരാതെ കയറി കിടന്ന് കൂടെ കുറേ തെരുവ് പട്ടികളുണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ച്. അതുകൊണ്ടുകൂടി തന്നെ ഇപ്പോഴും തെരുവിലുള്ള പട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അവരെ കൈ കഴിയാൻ തോന്നത്തില്ല മോളെ എനിക്ക്, സത്യം. ഇപ്പോഴും എല്ലാവരും പള്ളു പറയും പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ, പക്ഷെ ഞാൻ കൊടുക്കും ഇപ്പോഴും. കാരണം ഒരു ആപത്ത് സമയത്ത് എന്നെ ഇവളെ കുഞ്ഞുങ്ങളൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചത് സത്യം പറയാം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പക്ഷെ അതെല്ലാം വരെ സിനിമ പോലെ ഓർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കും അവിടെ നമ്മൾ ഇവിടെ വരെ എത്തി. ഇപ്പൊ കണ്ടോ, എനിക്ക് തന്നെ സങ്കടം വന്നു. ആ അമ്മ അത്രത്തോളം ഒരു പെൺകൊച്ചിനെ എന്താണ് ഒരു വീട് പോലും ഇല്ലാതെ കടത്തെണ്ണകളിലും ഒക്കെ കടന്നിട്ട്, അതും എന്താ പറയുക, പെൺകുട്ടികളാണല്ലേ, നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും ഇട്ടിട്ട് ഇതാകാനും പറ്റില്ലല്ലോ. അപ്പോൾ സംരക്ഷണത്തിനായിട്ട് പട്ടികളാണ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ശരിയാണ്, ഈ വന്ന കാലത്ത് എന്താണ് മനുഷ്യരെക്കാളും നമുക്ക് വിശ്വസിക്കാം മൃഗങ്ങളെ. അപ്പോൾ അവർ നമുക്ക് കാവലായിരിക്കും എന്നും. വല്ലാത്തൊരു തന്നെ അവരുടെ ആ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എന്താ വെച്ചാൽ അവരുടെ കോമഡി സീനുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് എന്താണ് ഗംഗ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കല്യാണ വിരോധി എന്നുള്ളൊരു ലേബൽ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പ്രൊപ്പോസലും കാര്യങ്ങൾ ഒന്നും വരാതിരിക്കാനായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഇവർക്ക് ഒരു വീഡിയോ വെച്ച് കൊടുക്കണം. രണ്ടാമത്തെ ഇവർ നിൽക്കുന്നത് ഫോട്ടോ എടുക്കണം, ഇട്ടിട്ട്
വേണം. സ്വപ്നമായിട്ടിരിക്കുക. പാട്ട് വരെ ആലോചിച്ചു വാടക നമ്മളേട്ടാ. അപ്പൊ അതുകൊണ്ട് വീട് വെക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പക്ഷെ അത് ആരുടെ കയ്യിൽ ഒരു വാങ്ങിക്കാതായിരിക്കണം വെക്കേണ്ടത്. ഞാൻ തന്നെ അധ്വാനിച്ച പൈസയിൽ വെക്കണം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരാളുടെ സമയം കൂടെ ഞാൻ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കല്യാണ വിരോധിയിൽ ആ ലേബിൾ ഇരിക്കട്ടെ, വീടൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് തോന്നുവാണെങ്കിൽ മതി എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ. പക്ഷെ ഓരോ വീട് ഇടുമ്പോഴും ഓരോ വീട് കാണുമ്പോൾ ആൾക്കാർ വെക്കും ഇവർക്ക് വീട് എടുക്കാൻ സമയം ഉണ്ടല്ലോ, ആ വീടെന്താ പണിയാത്തത്, നമ്മളെ വീട് പണിയാൻ ചെന്നാൽ പിന്നെ ഒരു വീടേക്കകത്ത് അടുക്കളയുടെ ഒരു വശിച്ചിരിക്കുന്ന പൊട്ടി കിടപ്പുണ്ട്. അത് പക്ഷെ പുള്ളി പാവം വന്ന് സിമെന്റ് ഒക്കെ തേച്ച് റെഡിയാക്കി പുള്ളി ഏത് വീടെടുത്തുള്ള പരിപാടി അതാ കയ്യിൽ നിന്ന് പൈസ ആക്കി വീട് ശരിയാക്കും. നമ്മൾ ചില വീട് എടുക്കുമ്പോൾ ഓൾറെഡി അവിടെ താമസിക്കുന്നത് ഇവൻ ഈ മറ്റേ നമ്മുടെ ഈ വാഷ്റൂം ഒക്കെ പൊട്ടിച്ച് അങ്ങനത്തെ നമ്മൾ അല്ലെങ്കിൽ തന്നെ നല്ല സുന്ദരമായ ഒരു വീട് വാടകയ്ക്ക് ആരെങ്കിലും തരുമോ? അഥവാ വാടകയ്ക്ക് തന്നു കഴിഞ്ഞാൽ അതിന് വാടക 20,000-30,000 രൂപയായിരിക്കും. നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് കിട്ടുന്നത് ഓരോരുത്തർ കഴുകി പിഞ്ചിയ തുണിയിലൊക്കെ കളയുമല്ലോ. അതിനൊക്കെയുള്ള വീടുകളെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഉള്ളതിനകത്ത് നമ്മൾ സൗകര്യത്തിൽ നമ്മൾ ജീവിക്കും. പിന്നെ ഞങ്ങളുടെ കൊല്ലം നാട്ടിൽ നല്ല വീട് കിട്ടാനില്ല, ഈ ശക്തിയില്ല. കാരണം ബിസിനസ് ഏരിയ അല്ലേ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 രൂപ വാടക ഒരു വീട് കിട്ടി കഴിഞ്ഞാൽ അത് അവിടെ ഒരു കോടീശ്വര, നമ്മൾ കോടീശ്വര, നമുക്ക് 8 രൂപ വാടക കൊടുക്കാനുണ്ട് എന്നുള്ളൊരു ഇതാണ്. അതേ ഉള്ളൂ അവിടെ വീട് വലിയ വീടുണ്ട്, നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ നല്ല വീടുകൾ ഇഷ്ടംപോലെ റേറ്റ് കൂടല. പിന്നെ 8 രൂപയുടെ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം ഉള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ നമുക്കതില്ല, ഞങ്ങൾക്ക് അത്രയും പോലും ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ സ്വരുക്കൂട്ടി പിന്നെ കുഴപ്പം ഇച്ചിരിയെങ്കിലും ഒരു മാറ്റം വന്നു. പണ്ട് ഞാൻ നാടകം കളിച്ചും പിന്നെ പുള്ളിയാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുത്തും പുള്ളിക്ക് ഒത്തിരി അങ്ങ് നമുക്ക് സഹായിക്കാൻ പറ്റില്ല. പുള്ളിക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു അന്ന്, ഒരു വർഷപ്പണി മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ അന്നൊന്നും നമ്മളുമായിട്ട് അത്ര വലിയ ഇതുമില്ല. അപ്പൊ അങ്ങനെ കൊച്ചു വീടുകൾ എടുത്തെടുത്ത് ഇത്രയും നാളുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുക, സ്വന്തമായിട്ട് കടക്കാടൊന്നുമില്ല. പക്ഷെ എന്തിനാ അതിനകത്തൊന്നും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ആ ജീവിതത്തിൽ നമ്മൾ ഇവിടം വരെ പിടിച്ചു വന്നില്ലേ. അച്ഛൻ എപ്പോഴാണ് അമ്മയെ ഫസ്റ്റ് ടൈം കാണുന്നത്? എനിക്ക് വർഷാപ്പ് ഉണ്ടായിരുന്നു. വർഷാപ്പിന്റെ പറച്ചിലായിരുന്നു പുള്ളിയുടെ സ്വന്തമാണ്. ചുമ്മാ ഇരി. എന്റെ വർഷാപ്പല്ല, ജോലി അച്ഛൻ ഇങ്ങനെയൊക്കെ അച്ഛൻ പറ. ഒരു വർഷാപ്പിലെ പ്രാവശ്യം താമസിച്ചിരുന്നു. അങ്ങനെ ഒരു കുറെ അങ്ങ് അടുത്ത് പിള്ളേരെ കണ്ടാൽ ഇഷ്ടപ്പെട്ടതാ. കൊച്ചുങ്ങളുടെ കാരണം നോക്കാൻ ആരും ഇല്ല. പിന്നെ വീട്ടിലെ ദാരിദ്ര്യം. അവിടെ 10 വർഷം താമസിച്ചില്ലേ? മുതലാളിയുടെ അവിടെ 500 രൂപയായിരുന്നു വാടക. 10 വർഷം താമസിച്ചില്ലേ? അങ്ങനെ അടുത്തടുത്ത് എന്നെ അവിടെ മാറി ജീവിതത്തിലെ കഷ്ടപ്പാട് കണ്ട് പുള്ളി എടുത്തെടുത്ത് എല്ലാവരും അച്ഛനൊക്കെ എടുത്തു. പിന്നെ അവർ വീട്ടുകാരും അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർ അച്ഛന്റെ അന്നത്തെ സമയത്ത് പോലും അവർ എന്നെ കേക്ക് ആ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒന്നും എന്നെ ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല. കേക്ക് അതിപ്പോ ഒരു അമ്മയുടെ മാനസികാവസ്ഥയാണ്. കാരണം ഒരു മോനെ വിവാഹം കഴിക്കാത്ത ഒരു മോനെ കണ്ടോ എന്താണ് ആ അച്ഛനും അമ്മയ്ക്കും ഒരു വീട് വെച്ച് കൊടുത്തിട്ടാണ് കല്യാണത്തിന് ഇതാവുള്ളൂ എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ലൊരു ഇതാണല്ലേ ആ ഒരു മോള്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു, അനിയത്തിൻ്റെ ഡെലിവറിയുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ അതിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോള് എന്താ പറയുക, കുടുംബത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ലൈഫ് തന്നെ. ആ അച്ഛനും അമ്മയ്ക്കും ഒരു വീട് ആക്കി കൊടുത്തതിന് ശേഷം അന്നേരം പറ്റുമെങ്കിൽ കല്യാണം കഴിക്കാം, അന്നേരം തോന്നുമെങ്കിൽ കല്യാണം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമൻസ് ഇടുമല്ലോ, സ്ത്രീ വിരോധിയാണോ പുരുഷ വിരോധിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയില്ല. അപ്പോൾ ആ ഒരു പുരുഷ വിരോധി അല്ലെങ്കിൽ സ്ത്രീ വിരോധി എന്നുള്ള ഇതിനൊക്കെ ഇതുപോലെ ഓരോ കാരണങ്ങളുണ്ടാകും. അല്ലാതെ ഒരിക്കലും ഒരാൾ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു ആണിനെ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നതായിരിക്കില്ല. അവർ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ടാകും. നമ്മളൊരാളെ പെട്ടെന്ന് നമ്മൾ കുറ്റപ്പെടുത്തില്ല. ആ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കല്യാണം കഴിക്കാത്തതെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ ഒരു ഗംഗ എന്ന് പറയുന്ന ആ ഒരു കുട്ടി കല്യാണം കഴിക്കാത്തത് അനിയത്തിനെ സേഫാക്കി, അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു വീടാക്കി കൊടുത്തതിന് ശേഷം അവരെ സേഫാക്കിയതിന് ശേഷം മാത്രം അന്നേരം തോന്നുവാണെങ്കിൽ മാത്രം ഞാനൊരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കും എന്നാണ് പറയുന്നത്. എത്ര മഹത്തമാർ, എത്ര പുണ്യം ചെയ്ത മാതാപിതാക്കളാണല്ലേ അവർ ഇത്രയും നല്ല മകളെ കിട്ടുന്നത്. അതാണ് ഓരോ മക്കളും എന്താ പറയുക കഷ്ടപ്പാട് അറിഞ്ഞ് വളരുന്നത്. നമ്മുടെ ഇപ്പോൾ ജനറേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു കഷ്ടപ്പാടും അറിയാതെ പറയണത് വിചാരിക്കുന്നത് കിട്ടുന്നൊരു. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മോന് മൊബൈൽ ഫോൺ കിട്ടില്ല. ഇപ്പോൾ വെറും 10 വയസ്സായിട്ടുള്ളൊരു മോനാണ്. മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ ഏതോ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാനിപ്പോൾ ചാടും എന്ന് പറഞ്ഞിട്ട് ഭീഷണി മുഴക്കിയിട്ടുള്ളൊരു ഇത്. അതാണ് നമുക്ക് ഇപ്പോഴുള്ള മക്കൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഇതാണ് ഇപ്പോഴത്തെ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും എൻ്റെയൊക്കെ ജനറേഷൻ ആ ഒരു കാലഘട്ടത്തിൽ ജനിക്കണം. എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ദുരിതങ്ങളും വിഷമങ്ങളും വിശപ്പും ദുഃഖങ്ങളും എല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ വളരണം. 90s കാലഘട്ടം. ഇപ്പോഴുള്ള മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയണ്ട, അവർക്ക് ചോദിക്കുന്നത് കൈത്തുമ്പിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇതാണ്. പക്ഷെ നമുക്കൊക്കെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ പണ്ടത്തെ ആ ഒരു കഷ്ടപ്പാടുകൾ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ജനറേഷൻ ഭയങ്കര ഒന്നിനോടും അഡ്ജസ്റ്റഡ് അല്ല. അവർ ഇതിപ്പോൾ ഒരു മൊബൈൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവരതിനൊന്നും ഒതുങ്ങി പോകുന്ന ആൾക്കാരല്ല ഇപ്പോഴത്തെ മക്കൾ.
എന്തായാലും ഈ ഗംഗയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.